സോ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കണം. അതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ സേഫ് അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ സീൻ സേഫ്റ്റി എന്നാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിനെ പറയാം. ഓക്കെ, അപ്പോൾ സീൻ സേഫ്റ്റിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇനി ഇത് എന്തിനാണ് നമ്മൾ സീൻ സേഫ്റ്റി നോക്കുന്നത്? ബിക്കോസ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ ഒരാൾ ഷോക്ക് അടിച്ചു, ഓക്കെ, ഷോക്ക് അടിച്ച് ഒരാൾ കുഴഞ്ഞു വീണു. അപ്പം നമ്മൾ അവിടുത്തെ സിറ്റുവേഷൻ സേഫ് ആണോ എന്ന് നോക്കാതെ പോയി അയാളെ തൊടാൻ പോയാൽ നമ്മൾക്കും ഷോക്ക് അടിക്കും, ആർക്കും ഷോക്ക് അടിക്കും. സോ നമ്മൾ ആ ഡേഞ്ചർ കൂട്ടുമാണ് ചെയ്യുന്നത്. സോ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒരാൾ കുഴഞ്ഞു വീണ് കിടക്കുകയാണെങ്കിൽ അയാളുടെ ചുറ്റുപാട്, അയാൾക്ക് ഇലക്ട്രിക് സോക്കറ്റ് കയ്യിലാണോ, അയാളുടെ ബോഡി കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ എന്നീ കാര്യങ്ങൾ ആദ്യം നോക്കുക. എന്നിട്ട് വേണം നമ്മൾ അവരെ, അല്ലെങ്കിൽ അത് ആദ്യം ചെയ്തിട്ട് ആളെ ഒരു സേഫ് ലൊക്കേഷനിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ CPR തുടങ്ങാൻ വേണ്ടി. ഇതുപോലെ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം റോഡിന് നടുക്ക് ഒരാൾ കുഴഞ്ഞു വീണു എന്ന് വെച്ചു. റോഡിന് നടുക്ക് ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ അവിടെ ചെന്ന് പോയി നമ്മൾ നടുക്ക് പോയി CPR സ്റ്റാർട്ട് ചെയ്താൽ അത് ഡേഞ്ചറാണ്. കാരണം വണ്ടി വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു സേഫ് ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് അവിടെ വേണം CPR സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സീൻ സേഫ്റ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആളുടെ റെസ്പോൺസ് അന്വേഷിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ആളെ കൊട്ടി വിളിക്കണം. നിങ്ങൾ ആദ്യം പറഞ്ഞ് വെള്ളം കൊടുക്കണം. അതിലും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആളെ തട്ടി എണീപ്പിക്കണം. നിങ്ങൾ ഓക്കെ ആണോ, ആരെയും ഓക്കെ എന്ന് പറഞ്ഞ് 2 ഷോൾഡറിൽ, ഞാൻ എനിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം, പക്ഷെ ഇപ്പം ഞാൻ ജസ്റ്റ് പറയാം. ആദ്യം നമ്മൾ 2 ഷോൾഡറിലും കൊട്ടിയിട്ട് ആരെയോ ഓക്കെ എന്ന് വിളിച്ച് ചോദിക്കണം. അപ്പോഴത്തേക്ക് ആൾക്ക് എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം കാർഡിയക് അറസ്റ്റ് ഉള്ള ഒരാൾ ഒരിക്കലും റെസ്പോണ്ട് ചെയ്യത്തില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്ക് കാർഡിയക് അറസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. സോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ റെസ്പോൺസ്, ഇപ്പം നമുക്ക് പല ഇൻസ്റ്റൻസസ് അറിയാം കുറഞ്ഞു വീഴുന്നത്. ഇപ്പം ആൾക്ക് അസംബ്ലിയിൽ തല ഇറങ്ങി വീഴുന്ന കുട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് CPR സ്റ്റാർട്ട് ചെയ്തിട്ട്, കാരണം അവർക്ക് ചൂട് തല കുഴഞ്ഞു വീണതാണ്. അതുപോലെ ഇപ്പോൾ ഷുഗർ കുറഞ്ഞു വീഴുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊന്ന് CPR സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അവർക്ക് റെസ്പോൺസ് ഉണ്ടോ ഇല്ലയോ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. റെസ്പോൺസ് ഉണ്ട് എന്നറിയുകയാണെങ്കിൽ, റെസ്പോൺസ് ഇല്ല ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് നോർമലായിട്ട് മാനേജ് ചെയ്യാം. റെസ്പോൺസ് ഇല്ല എങ്കിൽ സ്റ്റെപ്പ് നമ്പർ 3, നമ്മളൊരു ആംബുലൻസ് വിളിക്കണം. ഓക്കെ, നമ്മളൊരു ആംബുലൻസ് അടുത്തുള്ള ഒരാളോട് പറയുക, ആംബുലൻസ് വിളിക്കാനും നമുക്ക് ഹെൽപ്പ് കൊണ്ടുവരാനും പറയുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് 3rd സ്റ്റെപ്പ് വരെ ആയുള്ളൂ. എന്നിട്ട് 4th സ്റ്റെപ്പാണ് നമ്മൾ ബ്രീതിങ്, പൾസ്. നമ്മൾ പറഞ്ഞ് പൾസ് നോക്കണമെന്ന്. ആ 4ാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ പൾസും ബ്രീതിങ്ങും എയർവേ നോക്കുക എന്നുള്ളത്. നമ്മൾ പറയുന്നത് ABC എന്നാണ്. A സ്റ്റാൻഡ്സ് ഫോർ എയർവേ, B സ്റ്റാൻഡ്സ് ഫോർ ബ്രീതിങ്, C എന്ന് പറയുന്നത് സർക്കുലേഷൻ ആണ്. എയർവേ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എയർവേ എന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസം എടുക്കുന്ന ട്രാക്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾ പഠിക്കില്ലേ, വിൻ പൈപ്പ്, ട്രക്കിയ, നമ്മുടെ ലങ്സിലോട്ട് പോകുന്ന ട്രാക്റ്റ്. ആ ട്രാക്റ്റ് ഓപ്പൺ ആണോ എന്ന് അറിഞ്ഞിരിക്കണം. കാരണം നമ്മളിപ്പം ബോധമില്ലാത്ത ഒരാൾ നമ്മൾ താടി ചരിച്ചായിരിക്കും കിടക്കുക. കാരണം അവർക്ക് ടോണില്ല, അല്ലെങ്കിൽ വെച്ചാൽ അവർക്ക് ഇതില്ല, അവർ സ്റ്റേൺ അല്ലല്ലോ. അപ്പോൾ അവർക്ക് ട്രാക്റ്റ് ഓപ്പൺ ആക്കണം, എന്നാലും അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എയർവേ. E സ്റ്റാൻഡ്സ് ഫോർ എയർവേ. അപ്പോൾ അതിന് നമ്മൾ ഹെഡ് ടിൽറ്റ്, ചിൻ ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറാണ്. അതെല്ലാം ഞങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം. ഓക്കെ, അതാണ് A. ഇനി B സ്റ്റാൻഡ്സ് ഫോർ ബ്രീതിങ്. അതായത് അവർ അവരുടെ എയർവേ ഓക്കെ ആണെങ്കിൽ, അവരുടെ എയർവേ ഓപ്പൺ ആണെങ്കിൽ അവർ ശ്വാസം എടുക്കുന്നുണ്ടോ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അത് നോക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് എങ്ങനെ ഒരാൾ നോക്കുക? നിങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ നോക്കാം. ഓക്കെ, വേറെ പറഞ്ഞോ. നിങ്ങൾ ഒരാൾ കിടക്കുന്നത് അയാൾക്ക് ശ്വാസം എടുക്കുന്നുണ്ടോ നിങ്ങൾ എങ്ങനെ അറിയാം? പൊതുവെ ഇങ്ങനെ വെച്ച് നോക്കുക അല്ലേ? എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ആദ്യം അവരുടെ ചെസ്റ്റ് റൈസ് എന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് ഉയരുന്നുണ്ടോ താഴുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അതാണ് അതിൻ്റെ കറക്റ്റ് മെത്തേഡ്. കാരണം ഇങ്ങനെ ഇപ്പോൾ വെക്കുമ്പോൾ കാറ്റ് അതുവഴി അടിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേറും. മനസ്സിലായില്ലേ? അപ്പം അതിനേക്കാളും ഏറ്റവും ആക്യുറേറ്റ് മെത്തേഡ് അവരുടെ ചെസ്റ്റ് ഉയരുന്നുണ്ടോ താഴുന്നുണ്ടോ എന്ന് നോക്കുക. എന്നാൽ അത് നോക്കാൻ പറ്റുന്ന ഏറ്റവും നമുക്ക് മീഡിയം നോക്കിയാൽ ഒരു പക്ഷെ അത് മനസ്സിലാവണമെന്നില്ല. സോ നമ്മൾ അവരുടെ ഐ ലെവല് ചെസ്റ്റിനോട് കൊണ്ടുവന്നിട്ട് നമ്മളത് നോക്കണം. അപ്പം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ബ്രീത് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പം നമ്മൾ എയർവേ പറഞ്ഞു, ബ്രീതിങ്, B ഫോർ ബ്രീതിങ്. ഇനി C ഫോർ സർക്കുലേഷൻ. സർക്കുലേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നതാണ് സർക്കുലേഷൻ എന്ന് പറയുക. ഇനി ആ സർക്കുലേഷൻ ഇൻടാക്റ്റ് ആണോ ഓക്കെ ആണോ നോക്കുന്നതിനാണ് നമ്മൾ പറഞ്ഞാൽ പൾസ് നോക്കണം എന്ന് പറഞ്ഞാൽ. പൾസ് പൊതുവെ എവിടെയാണ് നോക്കാറില്ല നിങ്ങളൊക്കെ? കയ്യിലിവിടെ. ഇത് കറക്റ്റാണ്, തെറ്റില്ല. പക്ഷെ നമ്മൾ നമുക്ക് ബോധമില്ലാത്ത ഒരാളെ കാണുകയാണെങ്കിൽ ഇച്ചിരൂടെ ആക്യുറേറ്റ് നമ്മൾ ഇവിടെ ഒരു പൾസ് കിട്ടും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ കാണിച്ചു തരാം മാനിക്കലിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ. അപ്പം അവിടെ നോക്കുന്നതാണ് ഏറ്റവും ആക്യുറേറ്റ്. ഇത് കറക്റ്റാണ്, പക്ഷെ നമ്മൾ ബോധമില്ലാത്തപ്പോൾ ഇച്ചിരൂടെ പൾസ് കുറയാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ കരോട്ടിഡ് എന്ന്
പറയും ഈ ലൊക്കേഷന്. ആ പൾസാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എവിടെയാ ലൊക്കേഷൻ. ഓക്കെ, അപ്പം എയർവേ കഴിഞ്ഞു, ബ്രീതിങ് കഴിഞ്ഞു, സർക്കുലേഷൻ കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഇതിനെയാണ് വൈറ്റൽ സൈൻസ് എന്ന് പറയുന്നത്. ഈ വൈറ്റൽസ് നോക്കി ആൾക്ക് പൾസ് ഇല്ല, ആൾക്ക് ബ്രീതിങ് ഇല്ല, നമ്മൾ എയർവേ കറക്റ്റ് ആക്കിയിട്ടും ആൾ ശ്വാസം എടുക്കുന്നില്ല, ആൾക്ക് പൾസ് ഇല്ല എന്നൊരവസ്ഥയാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? അപ്പോഴാണ് നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഒരിക്കലും പൾസും ബ്രീതിങ് ഉള്ള ഒരാൾക്ക് CPR സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം CPR എവിടെ കൊടുക്കുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് എവിടെ കൊടുക്കരുതെന്ന് അറിയുന്നത്. ഇപ്പം ഒരാൾ ജസ്റ്റ് അസംബ്ലി കുഴഞ്ഞു വീണ ഒരാൾക്ക് CPR കൊടുക്കരുത്. നമ്മളിപ്പം ഷുഗർ കാരണം കുഴഞ്ഞു വീണ ഒരാൾക്ക് CPR കൊടുക്കരുത്. അവരുടെ ഹാർട്ട് നിൽക്കുക, അതായത് പൾസ് ഇല്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഹാർട്ട് നിന്നു എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു അവസ്ഥയെ മാത്രമേ അവർക്ക് CPR കൊടുക്കാൻ പാടുള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ CPR സ്റ്റാർട്ട് ചെയ്യാം. CPR സ്റ്റാർട്ട് ചെയ്യുന്ന രീതി ഞാൻ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പറഞ്ഞുതരാം. ഓക്കെ.